ഗൈസ് വെൽക്കം ബാക്ക് ടു സ്കൂൾ ബോയ് ഡയറീസ്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇന്ന് വരേണ്ടതായിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് വരാത്തതാണ്. അതുകൊണ്ട് എന്താ പുതിയ വീഡിയോ കിട്ടിയില്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ചലഞ്ചാണ്. എല്ലാവർക്കും ഫോട്ടോഗ്രാഫിക് മെമ്മറി എത്രയുണ്ട് നോക്കാം. അതായത് നമ്മൾ ചില ഇമോജീസ് കാണിക്കും, എന്നിട്ട് അതായത് ഇപ്പം എന്താ ആമസോണിൻ്റെ അല്ല നുട്ടലയുടെ ഒരു ലോഗോ, അതിനകത്ത് N ബ്ലാക്കിലും ബാക്കിയെല്ലാം റെഡിലും അങ്ങനെയാണല്ലോ. അപ്പം ഇവർ കാണിക്കുന്നത് ഒരെണ്ണം കറക്റ്റായിട്ട് കാണിക്കും, ഒരെണ്ണം വ്യത്യസ്തമായിട്ട് കാണിക്കും. അതായത് ചിലപ്പോൾ നുട്ടലയുടെ എടുക്കാം, നുട്ടലയുടെ ലോഗോ ഒരു ഓപ്ഷനിൽ കറക്റ്റായിട്ട് കാണിക്കും, രണ്ടാമത്തേൽ ചിലപ്പം നുട്ടലയുടെ N റെഡ് ആക്കിയിട്ട് ബാക്കി എല്ലാം അങ്ങ് ബ്ലാക്ക് ആക്കും. അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നമ്മൾ വെച്ചാൽ, അതായത് ഫോട്ടോഗ്രാഫിക് മെമ്മറി നിങ്ങൾക്ക് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ടെസ്റ്റാണ്. എല്ലാവർക്കും പരസ്പരമായ എന്താ വായി വന്ന വാക്കನ್ನು തട്ടിയിട്ടതേ ഉള്ളൂ. ഇത് മാത്രമല്ല, കുറച്ച് നാൾ വീഴാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വിമ്മിങ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീന്താൻ പോലും ഇരിക്കുകയാണല്ലോ. എനിക്ക് എന്താണ്ട് മാർച്ച് 25 എക്സാംസ് തീർന്നതാണ്. 25 തൊട്ടാണ്ട് ചുമ്മാ കുത്തിയിരിക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ സ്വിമ്മിങ്ങിന് കയറുന്നു. ഏപ്രിൽ 24 സംതിങ് ചേർന്നു. അന്ന് തൊട്ട് മെയ് 17 വരെ അതുവരെ നമുക്ക് ചില മസിലൊക്കെ വന്നുകൊണ്ട് വിഷയത്തിൽ നിന്ന് വരുതെറ്റിപ്പോയി. അപ്പം നമ്മൾ നീന്തൽ പഠിക്കാൻ പോയി. അതുകൊണ്ടുള്ളൊരു കുറച്ച് സാങ്കേതിക തിരക്കുകൾ കാരണമാണ് നമുക്ക് വീഡിയോ ശ്രദ്ധിക്കാത്തത്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ സ്കൂൾ പോയുടെ ഫീസ് വന്നു കഴിഞ്ഞതുകൊണ്ട് സന്തോഷിക്കും, ആർമതിപ്പിൻ. ഓക്കെ, വീഡിയോ സെറ്റ് ചെയ്തേക്കാം. ഞാൻ പറഞ്ഞത് തന്നെ ഗസ് ദ കറക്റ്റ് ലോഗോ ചെക്ക് ഇഫ് യു ഹാവ് ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയുന്നൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സൗണ്ട് കേട്ടതാ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അതായത് നമ്മൾ ഇപ്പോൾ കാലഘട്ടം നമ്മുടെ പാറ്റേൺ ഉണ്ടത്തില്ല. അതായത് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വീഡിയോ എടുക്കുന്നത് ഈ ഒരു റൂമ്, ഈ ഒരു 2 ഹെഡ്സെറ്റ്, ഒരു ലാപ്ടോപ്പ്, ഇതൊക്കെ വെച്ചായിരിക്കും നമ്മുടെ ഫോണിൽ. ഒന്നും ഒരു മാറ്റമില്ല. സ്റ്റാർട്ട് ചെയ്യാം. Here's the first one. What's the ഓക്കെ, ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്കറിയത്തില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കൂടി ഒന്ന് നോക്കട്ടെ. The correct Netflix logo. നെറ്റ്ഫ്ലിക്സിൻ്റെ ആണ് ഫസ്റ്റ്. നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ, ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള നെറ്റ്ഫ്ലിക്സിൻ്റെ ലോഗോ എന്ന് എല്ലാവരും പറയുക. ഞാൻ പറയുന്നത് സെക്കൻഡ് വൺ ആണെന്ന്. കാരണം നിങ്ങൾ ഫസ്റ്റിൻ്റെ ആ ഒരു ഇത് കണ്ടോ, ഒരു എഡ്ജിൻ്റെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഇത് കണ്ടോ, അതിൻ്റെ ഒരു ഭാഗത്ത് ഇച്ചിരി ബ്ലാബിളായിട്ട് അതെന്തായാലും ഒറിജിനൽ നെറ്റ്ഫ്ലിക്സിൻ്റെ അങ്ങനെയല്ല. ആ ഒരു Nൽ 3 സ്ട്രെയിറ്റ് ലൈൻസ് ആണല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇങ്ങനെ, സെക്കൻഡ് ഇങ്ങനെ, അതിനകത്ത് ഇങ്ങനെ സ്ലൈറ്റ് ഇങ്ങനെ വരുന്ന ഇങ്ങനെയാണല്ലോ, എന്നിട്ട് ഇവിടെ ഒരു വരയും കൂടി അങ്ങനെയാണല്ലോ. അപ്പം ഈ ഒരു സാധനം ഇച്ചിരി ഫ്രണ്ടിലായിട്ട്, അതായത് ഇച്ചിരി ഫോണ്ട് കൂട്ടിയ നെറ്റ്ഫ്ലിക്സ് വെച്ചേക്കുന്നത്, അത് ഫസ്റ്റിൽ അങ്ങനെയല്ല കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് പറയുന്നത്. It's this one. I'm sure you got it right. We all like a good show. Let's go on with something a bit harder. Where is the real PayPal? എനിക്കൊരു ഐഡിയ ഇല്ലാത്ത സംഭവം പേയ്പാൽ. ഉപയോഗിച്ചിട്ടുമില്ല, ലോഗോ പോലും കണ്ടില്ല. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് ലോഗോയുടെ ഞാൻ 2-3 പ്രാവശ്യം പക്ഷേ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഫസ്റ്റ് വൺ എനിക്ക് പറയാൻ ഫസ്റ്റ് വൺ. That's the one. You probably stream music every day, but do you remember how many lines Spotify has? രണ്ടാമത്തേത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഒരു എക്സ്പ്ലനേഷൻ. It's this one with 3 lines.
Remember, നേരത്തെ ഏതായിരുന്നു you probably പേപ്പാല്? രണ്ടാമത്തെ ആയിരുന്നല്ലേ? ഒരു പോയി ഞാൻ പെട്ടെന്ന് വേറെ ഒന്ന് which logo is the correct one here? ഞാൻ ഇങ്ങനത്തെ കാർട്ടൂണൊന്നും കണ്ടിട്ടില്ല സത്യം. ഞാൻ അതായത് ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് നേരെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേ നമ്മൾ കാണുന്നത് മറ്റേ ഹണി ബണി, എനിപ്പോൾ ഓർക്കുന്നത് ഹണി ബണി, പിന്നെ ഇതുണ്ടല്ലോ ഛോട്ടാ ഭീം, പിന്നെ വേറെ ലിറ്റിൽ സിംഗം. ഇതൊക്കെയാണ് ഞാൻ കാണാറ് പണ്ട് കൊച്ചില്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് കറക്കി കുത്താം. രണ്ടാമത്തെ. Yes, the one over there. അശ്വിൻ, എന്താണോ ഇത്? ഇതൊന്നു നോക്ക്. സോറി ബ്രോ. എപ്പോഴും ഇങ്ങനെ കൈവീശിക്കൊണ്ടിരിക്കുന്ന നിർബന്ധമുണ്ടോ? വെയിറ്റ് നിങ്ങൾ കളി ആസ്വദിക്കൂ. കറ ഉണങ്ങട്ടെ. ഉണങ്ങിയ കറകളെല്ലാം സർഫ് എക്സൽ മാറ്റിക്കോളും. Here is how I created a layout just for scalping on deck T3. Let me show you how I did it. Scalping में हर एक second matter करता है, इसीलिए terminal भी fast. Are you a coffee fan? This one's for you. Which logo is correct? ഇതില് സ്റ്റാർബക്സിന്റെ ഒരു തരമുള്ള സ്റ്റാർ ഉണ്ടല്ലോ, അത് എങ്ങനെയാ? അതായത് ആ സ്റ്റാർ ഉള്ളിൽ ഫില്ലായിട്ടാണോ അതോ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമാണ്? ഞാൻ സ്റ്റാർബക്സിന്റെ കോഫി ഒരു കുടിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യണേ. അതായത് ചില ബ്രാൻഡിനൊക്കെ എന്ന് പറഞ്ഞാൽ ഫുഡ് കമ്പനീസ് അങ്ങനെ ആയിരിക്കും. വേറെ ഒക്കെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ജസ്റ്റ് ആപ്സ്. അപ്പോൾ നിങ്ങൾ ആപ്സ് യൂസ് ചെയ്യുമെന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഫുഡ് ഐറ്റം കഴിച്ചോളെന്ന് പറയണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ അതായത് രണ്ടാമത്തെ കാണുമ്പോൾ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ This one, of course. Now, how about Domino's Pizza? Which logo is correct? ഇത് രണ്ടാമത്തെ. That's the one. കമന്റ് ചെയ്യണം. If you watch TV, you must know the correct NBC logo. It's your chance to shine. ഇംഗ്ലീഷ് എനിക്കറിയത്തില്ല. കറക്റ്റ് കൊടുക്കാം. ഒന്നാമത്തെ. Here it is. I know it was hard. I didn't get it right myself. Ice cream people, this one's for you. What's the correct Baskin-Robbins logo? ഒന്നാമത്തെ. It's this one. Blue, pink, pink, blue. Do you have a MasterCard credit card? Then you should know this logo. But red and yellow, or yellow and red? ഇതില് ഒന്നാമത്തെ Yeah, this is the one. Red and yellow. That's a fancy brand, but you've probably seen it around a lot. So what's your call? ഒന്നാമത്തെ. ഞാൻ നേരത്തെ മാറിയത്. It's this one. Are you a Mac person or a Microsoft person? Which logo is the right one? കണ്ണടയുടെ മുന്നിൽ ചെന്നിട്ട് മറ്റേ പെണ്ണിവേസിനെ പോലെ നാക്കി കട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ.
Uh-oh, it's way harder than it seems, but the correct logo is this one. Coca-Cola is the most consumed drink in the U.S. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നില്ലേ, മഴ പെയ്യുന്നുണ്ട്, TV ഓണാണ്, ഇതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. കളയാൻ പറ്റുമെങ്കിൽ ഞാൻ കളയാൻ ഉദ്ദേശിച്ചു. പിന്നെ ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കാരണം പകരം അറിയാമല്ലോ, ഞാൻ എണീക്കും ഒരു 10 മണിയാവും, എന്നിട്ട് കഴിയുമ്പോഴത്തേന് 2 മണിയാവും. ആ സമയത്ത് എനിക്ക് സ്വിമ്മിന് പോകണം, എന്നിട്ട് വരുമ്പോഴത്തേന് ഒരു 6-7 മണിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞിട്ട് കുളിച്ചെഴുന്നിട്ട് ഇപ്പോഴാണ് സമയം കിട്ടുക, നമ്മൾ എഴുതുന്നത്. അക്കച്ചി അവിടെ സിനിമ കാണുകയാണ് സുഹൃത്തുക്കളെ, വാഴ 2 കണ്ടുപിടിക്കാനല്ല പ്രാവശ്യം. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയിസാണ്. സോ പ്ലീസ്. US. The second place goes to Diet Coke. So, which logo is correct? കൊക്കയുടെ അവിടെ It was easy, right? Of course. This one. The third most consumed soda drink? Pepsi. So find the right logo. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെപ്സി, മിറിൻഡ, കൊക്കക്കോള ഇങ്ങനത്തെ സാധനം കുടിക്കാറില്ല. മൗണ്ടൻ ഡ്യൂ അങ്ങനത്തെ സാധനം കുടിക്കാറ് എനിക്കിഷ്ടമല്ല. ഞാൻ കുടിക്കുന്നത് 7up, സ്പ്രൈറ്റ്, ഫ്രൂട്ടി, ഈ സാധനങ്ങൾ കുടിക്കാറുള്ളൂ. പിന്നെ ട്രോപ്പിക്കാണ് എനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തെ തന്നെ എക്സ്പെർട്ടല്ല. This is the one. Take a closer look at these images and find the correct old school Disney castle. ഒന്നാമത്തെയാണ് ഇച്ചിരി കൂടി stylish. It's this one. If you got it right, I bet you've seen a lot of Disney movies. Subway is the 6th most profitable fast food chain. The first one is, of course, McDonald's. Can you guess the correct Subway logo? Second ആണ്. Yeah, it's this one. LG with a dot or without? Dot. TV ആണെന്ന് Of course the logo has a dot. അതും കേരളത്തിൽ TV ആണ്. Can you find the correct Sprite logo? സ്പ്രൈറ്റിൽ Here it is. Great job. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്പ്രൈറ്റ് കുടിക്കുന്നത്. Are you a gamer? If so, you're bound to crack this one. If not, well, try your best. സെക്കൻഡ് കൊടുത്തോണ്ട്. Yep, did you get it right? What's the correct Discord logo? ഇതില്ലല്ലോ, സുനയില്ലല്ലോ. This one. No antenna. It's not Reddit. ഒന്നാമത്തല്ലേ. What's the correct house arrangement on the Hogwarts coat of arms? Only true Potterheads will know. ഒന്നാമത്തെ. It's this one. Did you get it right? Another question for gamers. What's the correct PlayStation? രണ്ടാമത്തെ PlayStation. ഇതൊക്കെ നമുക്കറിയാം. It's this one. Great job. Especially if you have no clue about gaming. The most popular browser used by people worldwide is Google Chrome. ഇതിലൊക്കെ എന്താ പറയാനാ, നോക്ക് 2 വട്ടത്തിലുള്ള അതിന് ഇങ്ങനെ ഇട്ട് നോക്കണം ഇത് കാണാൻ. സംഭവമല്ല, എന്തൊരു വട്ടമാണെങ്കിൽ ഇതൊരു വട്ടമാണെങ്കിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കും, രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കും. അതാണ് ആകെയുള്ള വ്യത്യാസം. കറക്റ്റ്. The correct logo. That's the one. ലക്സ് വിറ്റമിൻ സിക്കൊപ്പം നൽകുന്നു തിളക്കമാർന്ന ഗ്ലോ. ഡാൻസ് പാർട്ണറെ കൂടെ കൂട്ടി ഫ്ലോറിൽ വരും. എന്റെ എല്ലാ ഡാൻസ് സ്റ്റെപ്സും അറിയുന്ന ഒരാളേ ഉള്ളൂ, അത് ഞാൻ തന്നെയാ. ലക്സ് കീപ് ഗ്ലോയിങ് നമുക്കായി. Break free with the new Opera GX, a browser that puts you in control with a brand new design that frees up even more pixels for person. Another shout out to coffee and donuts fans. Can you recognize the correct logo? രണ്ടാമത്തെ തട്ടിയിടുന്ന കേട്ടോ. It's this one.
Can you figure out the real Nutella logo? നമ്മള് വീഡിയോ തുടക്കത്തിൽ പറഞ്ഞത് ഒന്നാമത്തെ രണ്ടാമത്തെ ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞില്ല ഞാൻ മറന്നു. Right, here it is. Can you recognize the one and only Shell logo? രണ്ടാമത്തെ It's this one. What? അതെ, നമുക്ക് ഒരു പ്ലേ സ്റ്റോറിൽ ആപ്പ് ഉണ്ട്, മലയാളം ജ്യൂസ് എന്ന് പറഞ്ഞു, കിട്ടുവാണെങ്കിൽ ഇവിടെ കൊടുക്കാം. മലയാളം ജ്യൂസ് എന്നൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്ക് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ചില സമയം നൊസ്റ്റാൾജി ഇങ്ങനെ അടിച്ചു കയറി ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഈ ഷെല്ലിൻ്റെ ലോഗോ ഇഷ്ടം പോലെ പ്രാവശ്യം, അതായത് നമുക്കിപ്പോൾ ലെവൽ 1 ലെവൽ 2 പോകണമെങ്കിൽ 70-80 മേളിൽ പെർസെൻറ്റേജ് മാർക്ക് വേണം. അപ്പം എല്ലാ പ്രാവശ്യവും ഈ ഷെല്ലിൽ ലോഗോ Was ഞാൻ it മനപ്പാടം tricky? പഠിച്ചേക്കാം. Pizza lovers, what's the correct Pizza Hut logo? That's the one you need, guys. പച്ചയല്ല pizza This hut one can be used as a "How old are you?" test. I'll remember that "uh-oh" sound forever. Millennials, which logo is correct? കറക്റ്റ്. രണ്ടാമത്തെ This one is the original ICQ logo. It helps you Yeah, out but almost dumb every basic. day. But do you really know Wikipedia's logo that well? Which one is correct? രണ്ടാമത്തെ കമ്പ്യൂട്ടർ ചെയ്യണം, ഒരു ഐഡിയ ഇല്ല. If you got it right, you have my absolute respect. Moving on. What's the original Olympics logo? രണ്ടാമത്തെ രണ്ട് കളർ വരുന്നില്ലല്ലോ ഒന്നിച്ച്, എല്ലാം ഓരോ It's this one. സ്റ്റേറ്റ്സിനെ കണ്ട്. What's the correct Skype logo? ഒന്നാമത്തെ Yeah, right. It's this one, of course. What's the correct color arrangement here? ഒന്നാമത്തെ Yes, it's blue at the top and yellow at the bottom. Microsoft Edge is considered to be the best browser for Windows. But what? ഒന്നാമത്തെ It's this one. ഞാൻ യൂസ് ചെയ്യുമ്പോൾ Any gamer knows it for sure, നമ്മൾ but others യൂസ് can give it a ചെയ്യുന്നത് try too. നമുക്കറിയാം. What's the correct Dota 2 logo? The one over there. Back to the 2000s when all girls were obsessed with this feline. What's the correct Hello Kitty logo? ഒന്നാമത്തെ It's this one. Can you find the right Pokemon? This one, of course. ഞാൻ ചോദ്യം അതൊരു ആനിമൽ. What do you say here? ആനിമൽ രണ്ടാമത്തെ അല്ലേ? That's the one. I know it's level impossible, but give it a try. Listen to your intuition. What's the correct ഒന്നാമത്തെ It's this one. If you guessed it right, you're a real pro. നല്ല മഴ. ഇപ്പോൾ ഹെഡ്സെറ്റ് വീഡിയോണ്ട് നിങ്ങൾ കേട്ട ചില ന്യൂസ് ഒക്കെ എനിക്കിപ്പോൾ കേൾക്കാൻ പറ്റി. സോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമുള്ളത് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കുറേ കാണണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇങ്ങനത്തെ എൻ്റർടൈനിങ് ഫണ്ണി ഒരു കാശിനും കൊള്ളാത്ത വീഡിയോസ് ഞാൻ ചെയ്ത് വയ്ക്കും. എനിക്ക് തന്നെ അറിയാൻ വെറുപ്പിക്കലാണ്. നമുക്കൊരു എൻ്റർടൈനിങ് ആണല്ലോ, ഇത് നമുക്കൊരു പാഷൻ. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്കാവും, നമുക്കൊരു ഇത് കാണുമല്ലോ, അങ്ങനെ ഇടുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ആവും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. അതായത് ഞാൻ ഇതിപ്പോൾ 2021-22 ആ ഒരു റേഞ്ച് തുടങ്ങില്ല. എന്നിട്ട് ഞാൻ ഒരു വർഷത്തിൽ 2 വീഡിയോ അങ്ങനെയൊക്കെ എനിക്ക് ഇടാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു സങ്കടം വരും. ഞാനിത് ഞാൻ തുടങ്ങി എന്നെനിക്ക് ചിലതും സങ്കടം വരും. അതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ഇട്ടത്, അതായത് എന്താ പറയുക,
ഒക്കെയാണ് ഞാൻ ഇട്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് ഒരു കട തുടങ്ങി വെച്ചിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല, നാട്ടുകാർ തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വീഡിയോ ഇടാൻ വിചാരിച്ചു. സോ അത്രേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പം ഇവർക്ക് വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ബെൽബേക്കണം അമർത്തണം, ഷെയർ നോക്കണം, കമൻറ്റ് ചെയ്യണം. അതായത് എല്ലാം ചെയ്യണം. അതായത് കുറേ ബട്ടൺസിലൊക്കെ അടിച്ചു. പിന്നെ ഞാൻ ഞാനിപ്പം ഒരു യൂട്യൂബ് ചാനൽ ഒരു എല്ലാവരും പറയുന്നത് ഹൈപ്പ് ചെയ്യണം. അപ്പം അതുകൊണ്ട് ചെയ്യാം. അത് മൊബൈലിൽ വരുന്നുണ്ട്, ടി വിയിൽ വരുന്നുണ്ട്. അപ്പം അതൊന്നും ചെയ്തേക്കാം. മൊബൈൽ എടുത്തിട്ട് ഒന്നും ചെയ്യുക, ചുമ്മാ പറയുന്ന എല്ലാം ചെയ്തേക്ക് കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ ടാറ്റാ.